ഹലോ, ഡെയിലി ഡോസ് സ്പൈസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഷ്ടമുടി കായലിൻ്റെ അഷ്ടമുടികളിലൂടെ നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോയിട്ട് വന്നാലോ? അതും വെറും 400 രൂപയ്ക്ക്. കേരള വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ കീഴിലുള്ള ബോട്ട് സർവീസാണ് സി അഷ്ടമുടി. അപ്പോൾ സി അഷ്ടമുടിയിലാണ് നമുക്കൊരു വൺ ഡേ ട്രിപ്പ് വെറും 400 രൂപയ്ക്ക് അഷ്ടമുടി കായലിലൂടെ സാധ്യമാകുന്നത്. അപ്പോൾ സി അഷ്ടമുടിയുടെ ട്രിപ്പിനായിട്ട് നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരിക്കണം. ഞങ്ങൾ നേരത്തെ അറിഞ്ഞത് തലേന്ന് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ദിവസം പോകാവുന്നായിരുന്നു. അപ്പോൾ നമ്മൾ തലേ ദിവസം വൈകിട്ട് വന്നിട്ടാണ് ബുക്ക് ചെയ്യാനായിട്ട് വന്നത്. കൊല്ലം ബോട്ട് ജെട്ടിയുടെ അടുത്തായിട്ടാണ് ബുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ബോട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഒരു 5 മണി സമയമൊക്കെ ആയി. അപ്പോൾ ബോട്ടിൽ ഒരു നമ്പറുണ്ട്. അപ്പോൾ അവിടെ നിന്നവർ പറഞ്ഞു ആ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നത്. പക്ഷേ നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് കുറേ ദിവസത്തേക്ക് അത് ഫുൾ ബുക്കിംഗ് ആയിരുന്നു ബോട്ട്. അതായത് ഞങ്ങൾ മെയ് 17-ാം തീയതിയാണ് 18-ാം തീയതി പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വന്നത്. പക്ഷേ അപ്പോൾ പറഞ്ഞു ജൂൺ 1 വരെയും ഫുൾ ബുക്കിംഗ് ആണ്. പിന്നെ നിങ്ങൾ അടുത്ത ദിവസം ഒന്ന് വന്നു നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ 2 പേരും കുഞ്ഞു മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം ഒന്ന് വന്നു നോക്കാൻ പറഞ്ഞു. നല്ല രസമാണ് അവിടെ കാണാനായിട്ട്. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിന്ന് അവിടെ വീഡിയോ ഒക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പോകാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ലായിരുന്നു. എന്നാലും 10:30-ക്ക് വരാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 10:30 ആയപ്പോഴത്തേക്ക് വന്നു. 11:30-ക്കാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഫുൾ ആൾക്കാരുണ്ടായിരുന്നു, ബുക്ക് ചെയ്തവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വരെ നമ്മൾ കാത്തിരുന്നു. നമുക്ക് കയറാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എന്തായാലും അവസാനമായപ്പോൾ നമുക്ക് 2 സീറ്റ് അത് ഒരുമിച്ച് കിട്ടിയില്ല, ദൂരെയായിട്ടാണ് കിട്ടിയത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. കുറച്ചങ്ങോട്ട് ബോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് മുകളിലോട്ടൊക്കെ നിൽക്കാം. അപ്പോൾ ഒരുമിച്ചൊക്കെ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തായാലും ആ ട്രിപ്പ് മുടക്കിയില്ല, ഞങ്ങളങ്ങ് കയറി. അങ്ങനെ ഒരു 11:30 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നമ്മുടെ കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2023 മാർച്ചിലാണ് സി അഷ്ടമുടി എന്ന ബോട്ട് സർവീസ് നമ്മുടെ കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്ന് ആരംഭിക്കുന്നത്. താഴത്തെ ഡെക്കിൽ ഇരിക്കാനായിട്ട് 400 രൂപയാണ് ചാർജ്, മുകളിലാണെങ്കിൽ 500 രൂപയും. അപ്പോൾ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നല്ല വൃത്തിയുള്ളൊരു ബോട്ടാണ്. നല്ല രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിലത്തെ ഡെക്കിലായാലും അവിടെ ഒരു ബാൽക്കണി ഉണ്ട്, നമുക്ക് അവിടെ പോയി നിൽക്കാം. താഴെയും ബാക്കിലായിട്ട് ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ചെറിയൊരു സ്നാക്സ് ഒക്കെ കൊടുക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ ചായയും കോഫിയൊക്കെ അവിടെ നിന്ന് കുടിക്കാവുന്നതാണ്. ബോട്ടിലുണ്ടായിരുന്നത് 5 സ്റ്റാഫായിരുന്നു. അവരൊക്കെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ്. അതിൽ ഈ മൈക്കും പിടിച്ചുകൊണ്ട് നിന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളിക്കാരൻ നല്ലൊരു എൻ്റർടൈനറായിരുന്നു. പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് തമാശയൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൂടെ നമ്മുടെ ഓരോരുത്തരെയും അതിലേക്ക്, അതായത് നമ്മുടെ ട്രിപ്പിലേക്ക് എൻഗേജ് ചെയ്യിക്കാനായിട്ട് പുള്ളിക്കാരന് ഭയങ്കര ഒരു കഴിവുണ്ടായിരുന്നു. നമുക്കെല്ലാം വിവരിച്ച് തരും. നമുക്ക് ഓരോ പ്ലേസ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന റൈറ്റിലും ലെഫ്റ്റിലുമുള്ള സ്ഥലങ്ങളൊക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഷ്ടമുടിയുടെ 2ാമത്തെ മുടിയായ കണ്ടച്ചിറ കായലാണ് നമ്മുടെ ബോട്ടിന്റെ വലത് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുകളിലായി 2 നിലകളിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് തേവള്ളി കൊട്ടാരമാണ്. ഇപ്പോൾ അത് NCC ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. നമുക്ക് പ്രീ ബുക്കിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സൈഡ് സീറ്റ്, അതായത് വിൻഡോ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഒരു അസൈൽ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ അവിടുന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഇത്തിരി പാടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മുകളിലത്തെ ഡെക്കിലേക്ക് പോയി നമുക്ക് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ലീല ഗ്രൂപ്പിൻ്റെ റാവിസിൻ്റെ അടുത്തൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ ബോട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. അപ്പോൾ അതിൽ നമ്മൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് നമ്മുടെ വിളക്കമ്മ എന്ന് പറയുന്ന ഗോഡസ് ഓഫ് ലൈറ്റ് എന്ന സ്റ്റാച്യുവിൻ്റെ അടുത്തുകൂടിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ സാമ്പ്രാണിക്കോടി വഴിയാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു 2-2:30 ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് 1 മണിക്കൂർ നമുക്ക് സാമ്പ്രാണിക്കോടിയിൽ ഹാൾട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ട് അവിടെ നിർത്തും. അവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് സാമ്പ്രാണിക്കോടി ഐലൻഡിലേക്ക് പോയി 1 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചിട്ട് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമ്മുടെ സി അഷ്ടമുടിയിലുണ്ട്.
അങ്ങനെ ഞങ്ങൾ ബോട്ടിൻ്റെ അപ്പർ ഡെക്കിലേക്ക് കയറി. അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂവും അതിമനോഹരമാണ്. അന്ന് നമ്മുടെ കൂടെ യാത്ര ചെയ്യാനായിട്ട് ട്രിവാൻഡ്രത്തു നിന്ന് കുറേ അങ്കിളുമാരും ആൻറ്റിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നെയ്ബേഴ്സ് ആണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കായംകുളത്തു നിന്ന് വന്ന കുറേ ടീച്ചേഴ്സ് ആയിരുന്നു. നമ്മുടെ ബോട്ടിന്റെ ഇടതുവശത്ത് കാണുന്നത് കൊല്ലത്തിന്റെ മാലിന്യങ്ങൾ തരംതിരിക്കുന്ന കെട്ടിടങ്ങളുടെ പണിയുടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൊല്ലം ജില്ലയുടെ കാവനാട് എന്ന ദേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അപ്പർ ഡെക്കിൽ നിന്ന് നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മോള് എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. ഏട്ടൻ്റെ അടുത്തുകൂടി പോകുന്നില്ലായിരുന്നു ആ സമയത്തൊക്കെ. ബോട്ടിൽ ഇങ്ങനെ വന്നതുകൊണ്ടായിരിക്കും, കുറേ ആൾക്കാരെ പെട്ടെന്ന് കണ്ടതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതേ ഇല്ലായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് പറ്റുന്നതുപോലെ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ കൂടെ യാത്ര ചെയ്ത ഒരുപാട് പേര് ഇവിടെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മൾ യാത്ര തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഉച്ചഭക്ഷണത്തിൻ്റെ ടോക്കൺ എടുക്കാൻ വരും. ഫുഡിന് നമ്മൾ അഡീഷണൽ കാശ് കൊടുക്കണം. നമ്മുടെ കുടുംബശ്രീക്കാരാണ് നമുക്ക് ഫുഡ് തയ്യാറാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ നേരത്തെ തന്നെ നമ്മുടെ അടുത്തുനിന്ന് ടോക്കൺ മേടിച്ച് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നമ്മുടെ അടുത്തുനിന്ന് അവർ എഴുതി മേടിച്ചുകൊണ്ട് പോകും. അതായത് സാധാരണ ഒരു മീൽസാണ് ഉച്ചയ്ക്ക് കിട്ടുന്നത്. ചോറും സാമ്പാറും അവിയലും തോരനും അച്ചാറും പച്ചടിയൊക്കെ ആയിട്ട് നല്ലൊരു മീൽസ് തന്നെയാണ്. പിന്നെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അവരുടെ അടുത്ത് പറയണം. അതുപോലെ നമ്മുടെ മീലിൽ തന്നെ ഫിഷ് മീലാണ്. ചൂരക്കറിയും നല്ല മുളകിട്ട കറിയും ചൂര പൊരിച്ചതും അതിനകത്തുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് കരിമീൻ ഫ്രൈ, പിന്നെ കൊഞ്ച് റോസ്റ്റ്, കക്ക, അങ്ങനെ പല പല ഐറ്റംസ് കിട്ടും. നമ്മൾ നേരത്തെ തന്നെ അവരുടെ അടുത്ത് പറയണം. ഞങ്ങൾ അഡീഷണലായിട്ട് കരിമീൻ പൊള്ളിച്ചതും കൊഞ്ച് റോസ്റ്റുമാണ് ഓർഡർ ചെയ്തിരുന്നത്. നമ്മൾ ബോട്ടിൻ്റെ അപ്പർ ഡെക്കിലെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ താഴത്തെ ചെറിയൊരു ബാൽക്കണിയും കൂടെ നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് നമുക്ക് വാഷ് ഏരിയ ഉള്ളത്. അതായത് കൈ കഴുകാനും പിന്നെ അതിനോട് ചേർന്നൊരു ചെറിയ വാഷ്റൂമും ഉണ്ട്. അപ്പോൾ മുകളിലത്തെ ഡെക്കിൽ വാഷ് ബേസിനോ അല്ലെങ്കിൽ വാഷ്റൂമോ ഇല്ല. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. കാരണം മുകളിൽ ഉള്ളവർ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ താഴെ വന്ന് കൈ കഴുകിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അത് ഒരു ചെറിയൊരു റഷ് ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ അതാ നമ്മൾ കടന്നു പോകുന്നത് സാമ്പ്രാണിക്കോടിയിൽ കൂടിയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഐലൻഡിലേക്ക് പോകുന്നത്. അതാ ഈ ചെറിയ ചെറിയ ബോട്ടുകളിലാണ് നമ്മൾ ഐലൻഡിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോഴാണ് ഇവിടെ നമുക്ക് ഹോൾട്ട് ഉള്ളത്. 1 മണിക്കൂർ നമുക്കിവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് സി അഷ്ടമുടിയിലുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും ഒക്കെ നമ്മുടെ അടുത്ത് വന്ന് വളരെ കാര്യമായിട്ട് വിശദീകരിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയ ദിവസം നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു. അതുകൂടാതെ ഉച്ച സമയവും കൂടെ ആയതുകൊണ്ട് നമുക്ക് ആ ബാൽക്കണിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല വിയർത്ത് കുളിച്ചിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പർ ഡെക്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം നമ്മൾ താഴെ വന്നിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നല്ല കാറ്റാണ്. ആ കായലിൽ നിന്നുള്ള നല്ല കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കുറേ നേരം നമ്മൾ അനങ്ങാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോവും. അപ്പോൾ അതേ കണക്കുള്ള നല്ല സുഖമുള്ള കാറ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ സി അഷ്ടമുടിയിൽ പോവുകയാണെങ്കിൽ 500 രൂപ കൊടുത്തിട്ട് അപ്പർ ഡെക്കിൽ ഇരിക്കണമെന്നില്ല. നിങ്ങൾക്ക് താഴെ 400 രൂപയുടെ പാക്ക് എടുത്തിട്ട് താഴെ തന്നെ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുകളിലേക്ക് കയറി അവിടെ ബാൽക്കണിയിൽ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് നമുക്ക് താഴെ വന്നിരിക്കാവുന്നതാണ്. താഴെയാണ് കുറച്ചും കൂടി നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. നല്ല കാറ്റൊക്കെ തട്ടി അങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. അങ്ങനെ അഷ്ടമുടി കായലിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര തുടരുകയാണ്. അങ്ങനെ ഞങ്ങൾ മുകളിൽ നിൽക്കുമ്പോഴാണ് ഒരു ചേട്ടൻ ബർഗറും കൊണ്ടുവരുന്നത്. അവിടെ സ്നാക്സ് വിൽക്കുന്ന സ്റ്റോളിൽ നിൽക്കുന്ന ചേട്ടനാണ് ബർഗറും കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ 2 ബർഗറും മേടിച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് താഴേക്ക് വന്നിരുന്നു. അവിടെ അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ അവിടെ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ ഒരു കടവിൽ വന്ന് ബോട്ട് അടുത്തു.
കേരളത്തിലെ ഏക വീരഭദ്രസ്വാമി ക്ഷേത്രമാണ്. ഇവിടുത്തെ ഉത്സവം 28 ഓണനാളിലാണ്. അവിടെ സ്റ്റാഫ് അനൗൺസ് ചെയ്തു നമ്മൾ ഫുഡ് നമ്മുടെ കുടുംബശ്രീക്കാരുടെ ഫുഡാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഫുഡ് കളക്ട് ചെയ്തിട്ടാണ് പിന്നീട് യാത്ര തുടരുന്നത്. നമുക്ക് കൈ കഴുകാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു താഴത്തെ ഡെക്കിലാണ്, ഏറ്റവും പുറകിലായിട്ടാണ് ഒരു വാഷ് ബേസിൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലത്തെ ഡെക്കിലുള്ളവർ ആദ്യമേ വന്ന് കൈ കഴുകാനായിട്ട് സ്റ്റാഫ് അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ വന്ന് കൈ കഴുകിയിട്ട് അവർ പോയതിന് ശേഷമാണ് താഴത്തെ ഡെക്കിലുള്ളവർ ഓരോരുത്തരായിട്ട് ചെന്ന് കൈ കഴുകി നേരത്തെ ഇരിക്കുകയാണ്. അപ്പോൾ അതാ ഒരു ഓട്ടോയിൽ നമ്മുടെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ബോട്ടിലേക്ക് സ്റ്റാഫൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഫുഡ് നമ്മുടെ സ്റ്റീൽ പ്ലേറ്റിലാണ് തരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ള അഡീഷണൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് അവർ ടോക്കൺ അനുസരിച്ച് കൊണ്ടുതരും. നമ്മൾ സീറ്റിലിരുന്നാൽ മതി, പ്രത്യേകിച്ച് എങ്ങോട്ടും മാറേണ്ട ആവശ്യമില്ല. ഏറ്റവും ആഴം കൂടിയ കായൽ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ അഷ്ടമുടി കായലാണ്. വലുപ്പത്തിൽ രണ്ടാമത്തെ കായലാണ്. നീണ്ടകര അഴിമുഖമുള്ള കായലാണ്. ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് മൺട്രോ തുരുത്തിൻ്റെ അരികിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് എനിക്ക് ആ ഭാഗം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ അപ്പോഴത്തേക്ക് ഓരോ സീറ്റിലായിട്ട് ഓർഡർ അനുസരിച്ച് ഫുഡ്, ടോക്കൺ അനുസരിച്ച് ഫുഡ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ മോൾ ഇരുന്നുകൊണ്ട് തന്നെ എങ്ങനെ ഫുഡ് കഴിക്കുമെന്ന് എനിക്ക് വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമുക്കും മീൽസ് എത്തി. അപ്പോൾ അത് ആ പ്ലേറ്റിലാണ് കൊണ്ടുവരുന്നത്. അഡീഷണൽ ആയിട്ടുള്ളത് പിന്നെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ ഈ കാണുന്നത് മൺട്രോ ഐലൻഡ് അല്ലെങ്കിൽ നമ്മുടെ മൺട്രോ തുരുത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മുടെ ബോട്ട് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് വരുമ്പോൾ നമ്മുടെ ബോട്ടിന്റെ ഇടത് സൈഡിൽ നമുക്ക് കുറച്ച് നീല വലകൾ കാണാൻ സാധിക്കും. അഷ്ടമുടിയുടെ കരിമീനെ വളർത്തുന്ന കൂടുകളാണ് നമുക്കിപ്പോൾ നമ്മുടെ ബോട്ടിന്റെ ഇടത് സൈഡിൽ മുന്നിലായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നപ്പോൾ പെരുമൺ പാലം കണ്ടു. പെരുമൺ പാലത്തിലൂടെ വന്ദേ ഭാരത് ട്രെയിനാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ മുന്നോട്ട് പോയിട്ട് അഷ്ടമുടി എന്ന് പറയുന്നൊരു കടവിൻ്റെ മുന്നിലെത്തി. അപ്പോൾ അവിടെയും ഒന്ന് നിർത്തിയിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല കാറ്റൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു ഉറക്കമൊന്നും വരാതിരിക്കാൻ വേണ്ടി അല്ല സ്റ്റാഫെല്ലാം നമുക്ക് ഭയങ്കര രീതിയിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെയാണ് നടത്തിയത്. അപ്പോൾ ഇതാ ഈ പുള്ളിക്കാരൻ നല്ലപോലെ പാട്ട് പാടും കേട്ടോ, നല്ല പാട്ടൊക്കെ പാടി. അതുപോലെ തന്നെ പിന്നീട് കുട്ടികളുടെയൊക്കെ പാട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ വന്ന് ഡാൻസൊക്കെ കളിച്ചു. നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മൾ സമയം പോകുന്നത് അറിയേയില്ല. നല്ലൊരു ടീമിൻ്റെ കൂടെയൊക്കെയാണ്, നല്ല ഡാൻസും പാട്ടും ഒക്കെ അറിയാവുന്ന നല്ലൊരു ടീമിൻ്റെ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം പോകുന്നത് അറിയേയില്ല. ഒരു ദിവസം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇത് കഴിഞ്ഞങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മിസ് ചെയ്യും. കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മിസ് ചെയ്യും. അതുപോലെ ഒരു അടിപൊളി ട്രിപ്പാണ്. അതും നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ, കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഒരു വളരെ നല്ല കാര്യമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയായിരിക്കും ഈ ട്രിപ്പ്. ഞാൻ ജസ്റ്റ് ഇത് ഒക്കെ കണ്ടു പോകും, ഒരു ദിവസം അങ്ങനെ കണ്ടിട്ട് വരാം എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. പക്ഷെ നമുക്ക് ഓരോ സ്ഥലവും വിവരിച്ച് തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റും ഉണ്ടായിരുന്നു. ഫുഡാണെങ്കിലും എല്ലാം നല്ലതായിരുന്നു. വേർത്തായിട്ടുള്ളൊരു ട്രിപ്പാണ്. അങ്ങനെ ഒരു 2:30 ഒക്കെ ആയപ്പോഴത്തേക്ക് 2:30 ആയി നമ്മൾ സാമ്പ്രാണിക്കോടിയിലെത്തി. അപ്പോൾ അവിടെ നമ്മൾ സി അഷ്ടമുടിയിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടത്തേക്ക്, അതായത് ഐലൻഡിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ചാർജ് 100 രൂപയാണ്. അല്ല പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ അവിടുന്ന് 150 രൂപയാണെന്ന് തോന്നുന്നു പെർ ഹെഡ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമുക്ക് 100 രൂപയ്ക്കാണ് നമ്മൾ ഐലൻഡ് പോയത്. അപ്പോൾ നമ്മുടെ ബോട്ടിലെ സ്റ്റാഫ് തന്നെ നമുക്ക് ആർക്കൊക്കെയാണ് നമ്മൾ ഈ സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് പോകേണ്ടത് അവരുടെ കൂടെ വന്നിട്ട് അവർക്കുള്ള ടിക്കറ്റ് കളക്ട് ചെയ്ത് കൊടുക്കും. പോകാൻ താല്പര്യമില്ലാത്തവർക്ക് ബോട്ടിൽ തന്നെ ഇരിക്കാം. അവിടെ അപ്പോഴത്തേക്ക് ടീ കോഫി എല്ലാം അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഞങ്ങളും ബോട്ടിൽ കയറി. ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു 8 പേര് കയറുന്ന ബോട്ടിലാണ് കയറിയത്. അങ്ങനെ ഈ 8 പേർക്ക് കയറുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ബോട്ടുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഐലൻഡ് ഇതാ മുന്നിൽ കാണുന്നതാണ് സാമ്പ്രാണിക്കോടി ഐലൻഡ്.
അങ്ങനെ നമ്മൾ ഐലൻഡിൻ്റെ അടുത്തോട്ട് എത്തി. അപ്പം അവിടെ ഒരുപാട് ബോട്ടുകളുണ്ടായിരുന്നു. എല്ലാം കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. ചെറിയൊരു മഴക്കോളും ചെറിയ കാറ്റൊക്കെയുള്ള സമയം ആയിരുന്നു. അപ്പോൾ നമുക്ക് മുട്ടോളം അല്ല, അതിൽ കൂടുതൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ട് അടുക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, കാരണം ചില ഭാഗത്ത് നല്ലൊരു താഴ്ചയുണ്ട്. ഒരു സ്ലോപ്പ് ഇട്ടിട്ടുണ്ട് അവർ. നമ്മൾ പിടിച്ചിറങ്ങാവുന്നതേ ഉള്ളൂ, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ചില ഭാഗത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ കുറച്ച് നല്ല ആഴം കാണും. അപ്പോൾ നമ്മൾ പോക്കറ്റിലൊക്കെ ഫോണൊക്കെ വെക്കുകയാണെങ്കിൽ പേഴ്സ് ഫോണൊക്കെ വെക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കവറിൽ കൊണ്ടുവരുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ഫോൺ നനഞ്ഞു പോകും. അപ്പോൾ ഏട്ടൻ്റെ ഫോൺ അതെനിക്ക് പോക്കറ്റിലിരുന്നായിരുന്നു. നമ്മൾ ഇത്ര ആഴം പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അത് ഫോണിൽ വെള്ളം കയറിയിട്ട് ഫോണിൻ്റെ ക്യാമറയൊക്കെ അടിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ ഐലൻഡിൽ കൂടെ കുറേ നടന്നു, അങ്ങോളം ഇങ്ങോളം ഒക്കെ നടന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ അവിടെ കുറേ കുഞ്ഞു വള്ളങ്ങളിൽ 50 രൂപയ്ക്ക് നമ്മൾ ഇവിടെ എല്ലാം ചുറ്റി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ പോകാതിരിക്കുന്നത് നല്ലത്. അവരിത് നമ്മുടെ ഈ സാമ്പ്രാണിക്കുടി അല്ലെങ്കിൽ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒന്നും ടൈപ്പ് ഉള്ളവരല്ല. അപ്പോൾ അവർ പ്രൈവറ്റായിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ കൂടെ പോകുമ്പോൾ സ്വന്തം റിസ്കിൽ പോകണം. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ബോട്ടുകളിൽ തന്നെ പോയിട്ട് തിരിച്ച് അതിൽ തന്നെ വരണം, ഇടയ്ക്കൊന്നും വേറെ മാറിപ്പോരുതെന്ന്. കാരണം നമുക്ക് 1 മണിക്കൂറാണ് സ്റ്റേ ബാക്ക് ഉള്ളത്. അപ്പോൾ തിരിച്ച് നമുക്ക് എല്ലാവരും ചെന്നാൽ മാത്രമേ നമുക്ക് അവിടുന്ന് ബോട്ട് എടുക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു 3/4 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഐലൻഡിലോട്ട് കുറേ ബോട്ടുകളൊക്കെ പോകുന്നതാണ്. അത് അങ്ങ് അകലെയായിട്ട് നമുക്ക് സാമ്പ്രാണിക്കോട് ബോട്ട് ജെട്ടിയൊക്കെ കാണാം. നമ്മൾ തിരിച്ച് ബോട്ടിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും ഇതാ അങ്ങ് മേഘമൊക്കെ കാർമേഘമൊക്കെ കൂടിയിട്ട് നല്ലൊരു മഴക്കോള് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് നമ്മൾ ബോട്ട് ട്രിപ്പ് മൊത്തവും തീർത്ത് നമ്മൾ കൊല്ലത്തെത്തുന്നത് വരെയും മഴ പെയ്തിട്ടില്ലായിരുന്നു. അത് നല്ലൊരു കാര്യമായിരുന്നു. കാരണം മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ട്രിപ്പ് എങ്ങനെയാവും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുറത്തോട്ടോ നമുക്ക് ബാൽക്കണിയിലോട്ടോ ഒന്നും നിൽക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മുടെ ട്രിപ്പിന് ഒരു കുഴപ്പവും വരാതെ മഴയൊന്നും ആ സമയത്ത് പെയ്തില്ല. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നല്ലൊരു അടിപൊളി ഒരു ഹൗസ് ബോട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ സി അഷ്ടമുടിയുടെ ബോട്ടും കിടപ്പുണ്ട്. ഹൗസ് ബോട്ടിനെയൊക്കെ വെല്ലത്തക്ക രീതിയിൽ തന്നെ നല്ലൊരു അടിപൊളി ഒരു ബോട്ടാണല്ലേ നമ്മുടെ സി അഷ്ടമുടിയുടെ ബോട്ട്. ഡബിൾ ഡെക്കൊക്കെയുള്ള, പുറമേ നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു ചെറിയൊരു കപ്പലിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് താഴത്തെ നമ്മൾ വാഷ് ഏരിയയൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ പാത്രങ്ങളൊക്കെ നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ അവിടെ അടുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് കൈ കഴുകാനൊക്കെ വന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ക്യൂ നിന്ന് വേണം കൈ കഴുകാനായിട്ട്. ഒരു ചെറിയ വാഷ് ബേസിനാണ്. മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയായിട്ട് വാഷ്റൂമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സ്നാക്ക് ബാർ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ നമ്മുടെ ബോട്ട് ട്രിപ്പ് തീരാനായിട്ട്. സി അഷ്ടമുടിയുടെ ടൈമിംഗ് ഞാൻ ഒന്നും കൂടെ പറയാം. രാവിലെ 11:30 തൊട്ടാണ് വൈകിട്ട് 4:30 വരെയാണ് ട്രിപ്പ് വരുന്നത്. അതിൽ 1 മണിക്കൂർ സാമ്പ്രാണിക്കൊടിയിലാണ് ഹോൾട്ട് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ കൊളീഗ്സായിട്ടോ ഒക്കെ ഈ സി അഷ്ടമുടിയിൽ ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ തലേന്ന് ബുക്ക് ചെയ്യാൻ നിൽക്കരുത്. ഒരാഴ്ച മുന്നെയെങ്കിലും ബുക്ക് ചെയ്യുക. ബുക്കിംഗ് നമ്പറൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട് എപ്പോഴാണെന്ന് നിങ്ങൾ തിരക്കുക. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വരിക. നമുക്ക് നാളത്തേക്ക് കിട്ടുമോ എന്ന് വിചാരിച്ച് ആരും നിൽക്കരുത്. അത് ഞങ്ങൾക്ക് പറ്റിയ വലിയൊരു അബദ്ധമായിരുന്നു. നമ്മളങ്ങനെ നീട്ടി വെച്ച് അടുത്ത ദിവസം പോകാമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ നീട്ടി വെച്ച ഒരു ട്രിപ്പായിരുന്നു. എന്തായാലും അടുത്ത ദിവസം ചെന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി 2 സീറ്റ് ഫ്രീ ആയിട്ട് കിടന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കന്ന് യാത്ര ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ യാത്ര ഏതാണ്ട് അവസാനിക്കാറായി. ഇനി കുറച്ച് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മുടെ യാത്ര അവസാനിപ്പിക്കാമെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. അങ്ങനെ നമ്മൾ കുറേ കുട്ടികളൊക്കെ വന്ന് ഡാൻസൊക്കെ കളിച്ചു, പാട്ടൊക്കെ പാടി, അങ്ങനെ വളരെ മനോഹരമായ ഒരു യാത്ര, വളരെ മെമ്മറബിളായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അങ്ങനെ പാട്ടും ഡാൻസും കളികളും ചിരികളും നല്ല ഓർമ്മകളും ഒക്കെ ആയിട്ട് നമ്മുടെ യാത്ര അവസാനിപ്പിക്കുകയാണ്. 4:30 ആയപ്പോഴത്തേക്ക് നമ്മൾ കൊല്ലം ബോട്ട് ജെട്ടിയിൽ തിരിച്ചെത്തി. അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്.
അപ്പോൾ വെറും 400 രൂപയ്ക്ക് നമുക്ക് അഷ്ടമുടി കായലിലൂടെയുള്ളൊരു യാത്ര ആസ്വദിക്കാവുന്നതാണ്. അതും 1 ഡേ ട്രിപ്പും ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട്. അപ്പോൾ ഇത് ആരും മിസ് ചെയ്യരുത്. എല്ലാവരും ഈ ഒരു ട്രിപ്പ് ആസ്വദിക്കാനായിട്ട് എത്തണം. അപ്പോൾ ബുക്കിംഗ് നമ്പറിൽ വിളിച്ചിട്ട് പ്രീ ബുക്ക് ചെയ്തിട്ട് തന്നെ വരണം. അപ്പോൾ അത് വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയുടെ വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.